എല്ലാവർക്കും നമസ്കാരം. എനിക്ക് ഇതിനൊരു അവസരം തന്ന സാറിന് ആദ്യമായത് താങ്ക്സ് പറയുന്നു. പിന്നെ കടന്നുവന്ന ഓരോരുത്തർക്കും എൻ്റെ പേരിൽ ഓരോരുത്തരെയും സ്വാഗതം ചെയ്തോളുന്നു. ലീഡർഷിപ്പിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ് കൈകാര്യം ചെയ്യാൻ വേണ്ടി സാറ് പറഞ്ഞത്. അപ്പം ലീഡർഷിപ്പിൽ നമ്മൾ എങ്ങനെയായിരിക്കണം, ഒരു ലീഡർ എന്ന നിലയിൽ നാം എങ്ങനെയൊക്കെ ആയിരിക്കണം, സമൂഹത്തിലായിരുന്നാലും ഒരു വേദിയിലായിരുന്നാലും ഒരു ജോലി സ്ഥലത്തായിരുന്നാലും എങ്ങനെയാണ് ഒരു ലീഡർ ആയിരിക്കേണ്ടത് എന്നുള്ള അവരുടെ കഴിവിനെക്കുറിച്ചും അവരുടെ ഗുണങ്ങളെക്കുറിച്ചുമാണ് ഇന്നത്തെ ക്ലാസ് മുന്നോട്ട് പോകുന്നത്. ഒന്നാമതായിട്ട് നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറ്റിയെടുക്കേണ്ടതാണ്. നമ്മുടെ ആറ്റിറ്റ്യൂഡ് നമ്മൾ മറ്റുള്ളവരെ കണ്ടിട്ട് അവരുടെ ആറ്റിറ്റ്യൂഡ് മാറ്റണമെന്നല്ല, നമ്മൾ സ്വയം നമ്മുടെ ആറ്റിറ്റ്യൂഡ് തന്നെ നമ്മൾ മാറ്റിയെടുക്കേണ്ടതുണ്ട്. ഒരു സിംഹം കാട്ടിലെ രാജാവാണ്. വലിയ മൃഗമല്ല, വലിയ ഓട്ടക്കാരനല്ല, വളരെ ശക്തിമാനാണ് കാട്ടിലെ രാജാവ്. അതാണ് ആ സിംഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മളായിരിക്കുന്ന വേദിയിൽ, നമ്മളായിരിക്കുന്ന ഇടത്ത് നല്ല ആറ്റിറ്റ്യൂഡുള്ള മനുഷ്യരായിട്ട് മാറണം. എന്നാൽ മാത്രമേ നമുക്ക് സമൂഹത്തിൽ നമുക്ക് ഉന്നത സ്ഥാനങ്ങളിൽ എത്തുവാൻ സാധിക്കുകയുള്ളൂ. അതും പോയിട്ട് ലക്ഷ്യബോധമുള്ളവരാവണം. നമ്മളൊരു ലക്ഷ്യത്തിൽ എത്തിച്ചേരണം, ഒരു ഗോളിൽ എത്തിച്ചേരുന്നവരായിരിക്കണം. എങ്ങനെയെങ്കിലും എവിടെ കൂടിയെങ്കിലും ജീവിച്ച് തീർന്ന് ഈ ഭൂമുഖത്ത് ഒരു ഏറിയാൽ 80 സംവത്സരം എന്നാണ്. അപ്പോൾ അത്രയും ജീവിച്ചിരിക്കുമെന്നൊന്നും അറിയില്ല. ഇപ്പം കൊറോണയുടെ 3 ഇഞ്ചക്ഷൻ കഴിഞ്ഞ ശേഷം പിന്നെ എല്ലാവരും സഡനായിട്ട് അറ്റാക്ക് വന്ന് അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്തത്തെയും ലക്ഷ്യബോധമുള്ളവരായിട്ട് നമ്മൾ എവിടെയാണോ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ ചിലപ്പം കാലതാമസങ്ങൾ വരാം. ഓൺ ദ സ്പോട്ടിൽ എത്തിച്ചേരണമെന്നില്ല. വളരെയധികം പ്രയത്നിക്കണം, വളരെയധികം അധ്വാനിക്കണം. നമ്മൾ ലക്ഷ്യബോധമുള്ളവരായിട്ട് ആത്മാർത്ഥമായിട്ട് നമ്മൾ ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നവർ ആയിരിക്കണം. മൂന്നാമതായി കറേജ് എന്ന് പറഞ്ഞാൽ ധൈര്യമുള്ളതായിരിക്കണം. നമുക്ക് സിംഹത്തെ നോക്കാം. സിംഹം വളരെ ധൈര്യശാലിയാണ്. ഒരു ഇരയെ കണ്ട ആ ലക്ഷ്യബോധത്തോടെ ആ ഇരയെ തന്നെ ലക്ഷ്യം നോക്കി വേറെ ഒന്നും ലക്ഷ്യം വയ്ക്കില്ല. തൻ്റെ ആഹാരത്തിന് വേണ്ടി ലക്ഷ്യബോധത്തോടെ ഓടി അതിനെ കൈയടക്കും. എന്നിട്ട് അത് കഴിച്ചു കഴിഞ്ഞിട്ട് അവിടെ തന്നെ ഉപേക്ഷിക്കും. ബാക്കി ആരെങ്കിലും കഴിച്ചോട്ടെ. പക്ഷെ പുലി അങ്ങനെയല്ല. കണ്ടിട്ടുണ്ടോ? പുലി അങ്ങനെയല്ല. എവിടെയും കഴിച്ചു കഴിഞ്ഞിട്ട് എവിടെയും കൊണ്ട് ഒളിപ്പിച്ച് വയ്ക്കും. വീണ്ടും എനിക്ക് തന്നെ കഴിക്കണം എന്നുള്ള ഒരു ലക്ഷ്യബോധമാണ് പുലിക്ക്. പക്ഷെ സിംഹം അങ്ങനെയല്ല. സിംഹം മറ്റുള്ളവരെ കരുതുവാനും മറ്റുള്ളവരെ എനിക്ക് ആവശ്യമുള്ളത് മറ്റുള്ളവർക്കും ആവശ്യമാണ് എന്ന് ആ സിംഹത്തിനെ മനസ്സിലാക്കുവാൻ കഴിവുണ്ട്. അതേപോലെ ആയിരിക്കണം നമ്മൾ ഓരോരുത്തരും. മൂന്നാമതായി ബിലീവ് യുവർ സ്ട്രെങ്ത്. ശക്തിയെ തിരിച്ചറിയണം. നമ്മൾ മറ്റുള്ളവരെ നോക്കി അവൻ ഇങ്ങനെയാണ്, അവൻ അങ്ങനെയാണ്, അവൻ നല്ല ശക്തിയുള്ളവനാണ്, ജിമ്മിൽ പോകുന്നുണ്ട്, ശക്തിമാനാണ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അങ്ങനെയൊന്നും കഴിയില്ല. നമുക്ക് വീട്ടിൽ ഇരുന്നാലും ഒന്ന് യോഗ ചെയ്താലും ശക്തിമാനാവാം അല്ലേ? നമുക്ക് താനെ ചെയ്താൽ മതി. നമുക്ക് പൈസ കൊടുത്ത്, പൈസ ഇല്ല, നമ്മളതിൽ പൈസയൊന്നുമില്ല, എന്നാൽ നമ്മൾ താനെ ഇരുന്ന് നമുക്ക് പറ്റുന്ന രീതിയിൽ സ്വയം ശക്തിമാനാവുക. മറ്റുള്ളവരെ നോക്കാതെ, മറ്റുള്ള ശക്തിയെ നോക്കാതെ സ്വയം ശക്തി ആർജിക്കുന്നവർ ആയിരിക്കുക. എന്നാൽ മാത്രമേ ഒരു നേതൃത്വ ബോധമുള്ള നല്ലൊരു പുരുഷനായി, നല്ലൊരു സ്ത്രീയായി, നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയായിട്ട് മാറാൻ സാധിക്കുകയുള്ളൂ. അടുത്തതായി വില്ലിങ് ടു ഫൈറ്റ്. നമ്മൾ പോരാടുന്നവരായിരിക്കണം. നമുക്ക് കിട്ടിയില്ല, ഒരിക്കൽ കിട്ടിയില്ല, രണ്ടാമത് കിട്ടിയില്ല, മൂന്നാമത് കിട്ടിയില്ല, എന്നാലും പോരാടി നമ്മൾ ലക്ഷ്യബോധത്തിൽ എത്തിച്ചേരണം. നമുക്ക് സിംഹത്തിനെ അറിയാം, വിശപ്പാണ്. അതുകൊണ്ടാണ് അവൻ ഇരയെ ലക്ഷ്യബോധത്തോടെ ഓടിച്ചെന്ന് അവനെ അറ്റാക്ക് ചെയ്യുന്നത്. കണ്ടിട്ടുണ്ടോ? വീഡിയോയിൽ കാണാൻ കഴിയും. സിംഹം ഒരു ഇരയെ ലക്ഷ്യമാക്കിയ ആ ലക്ഷ്യത്തിലോട്ടാണ് പായുന്നത്. വേറെ ഒന്നും നോക്കൂല. അടുത്ത് വേറെ ഇരകൾ കാണും. കാട്ടിൽ ഇഷ്ടം പോലെ ഇരകളുണ്ട്. പക്ഷേ അതൊന്നും അവന് ലക്ഷ്യമില്ല. ഇന്ന ഇരയാണ്. ആ ലക്ഷ്യബോധത്തോടെയാണ് അവൻ ഓടുന്നത്. നമ്മുടെ ബ്രിട്ടീഷുകാരുടെ സിംഹമാണ് ആരാണ്? ഝാൻസി റാണി. ഝാൻസി റാണിയുടെ ജീവചരിത്രം നിങ്ങൾക്കറിയാമോ? 14-ാം വയസ്സിൽ വിവാഹിതയായി, 23-ാം വയസ്സിൽ ഒരു കുഞ്ഞിനെ ജന്മം നൽകി മാതാവായി, 25-ാം വയസ്സിൽ തൻ്റെ ഭർത്താവ് മരണപ്പെട്ട് വിധവയായി. എന്നിട്ടും ബ്രിട്ടീഷുകാരോട് പോരാടി
ബ്രിട്ടീഷുകാരുടെ പെൺസിംഹമായി മാറി. അപ്പോൾ അത്രയും ഒരു വനിതയ്ക്ക് ധീരതയോടെ പോരാൻ കഴിയുമെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോ വേദിയിലും ഓരോ സമൂഹത്തിലും ഓരോ കൂട്ടായ്മയിലും നന്നായിട്ട് പോരാടി ലക്ഷ്യബോധം എത്തുവാൻ കഴിയും. അടുത്തതായിട്ട് ടീം സ്പിരിറ്റ് ഉള്ളവരായിരിക്കണം. നമുക്കൊരു കാര്യം നേടണമെങ്കിൽ ഒറ്റയ്ക്ക് നേടിയെടുക്കുന്നത് കുറേ പ്രയാസമാണ് അല്ലേ? നമുക്കൊരു കൂട്ടായ പ്രവർത്തനത്തിലൂടെ ഒരു ടീം ആയിട്ട് നമ്മൾ ചെയ്താൽ നമുക്ക് കുറച്ചുകൂടെ നല്ല രീതിയിൽ ഒരു ടീമിൽ പല വ്യക്തികൾ കാണും, പല ക്യാരക്ടറാണ് ഓരോരുത്തർക്കും, എല്ലാവർക്കും ഒരേ ക്യാരക്ടർ അല്ല. മനുഷ്യരെല്ലാം വിഭിന്നമായ ശേഷിയുള്ളവരും വിഭിന്നമായ ചിന്താഗതികളുമാണ്. എൻ്റെ മുന്നിൽ ഇരിക്കുന്ന കുട്ടികളും ഭിന്നങ്ങളായ ശേഷിയുള്ള കുട്ടികളാണ്. അപ്പോൾ അവരെയും അപ്പോൾ ഓട്ടിസം കാണും, ഡൗൺ സിൻഡ്രോം കാണും, സെർബൽ പാൾസി കാണും, മൾട്ടിപ്പിൾ ഡിസബിലിറ്റി കാണും. അപ്പം ഇങ്ങനെയുള്ള കുട്ടികളെ അവരുടെ കഴിവുകൾ ഐക്യമൊക്കെ ബിലോ ആയിരിക്കും, നമ്മളെക്കാളും ഹയറും ആയിരിക്കും. എന്നാലും നമ്മൾ ഒരു കുടക്കീഴിൽ നന്നായിട്ട് അവരെ പലതരത്തിലുള്ള അനുഭവത്തിലൂടെയും നമ്മൾ എന്ത് കൊടുത്താലും ഇതങ്ങ് എറിഞ്ഞു കൊടുക്കുന്ന അനുഭവമല്ല. പല അനുഭവങ്ങൾ, പല സാഹചര്യങ്ങൾ അവരുടെ മുന്നിൽ സമർത്ഥിക്കുമ്പോൾ അവർ നമ്മളോടൊപ്പം നമ്മളിൽ ഒരാളായിട്ട് ആ കുഞ്ഞുങ്ങളുമാവും. അപ്പോൾ ഒരു ടീം സ്പിരിറ്റ് ഉള്ളവർ ആയിരിക്കണം. എല്ലാത്തിനും ഉപരി നമ്മൾ ക്ഷമയുള്ളവർ ആയിരിക്കണം. എല്ലാത്തിനും ക്ഷമിക്കുവാനും സഹിക്കുവാനും പൊറുക്കുവാനുമുള്ള ശക്തിയാണ് നമുക്ക് ആവശ്യം. ക്ഷമയില്ലെങ്കിൽ ഏതൊരു മേഖലയിലും ടീം സ്പിരിറ്റ് ആവട്ടെ, ഫൈറ്റ് ആവട്ടെ, കറേജ് ആവട്ടെ, സ്ട്രെങ്ത് ആവട്ടെ, എല്ലാത്തിനുപരി നമുക്ക് ക്ഷമയുണ്ടെങ്കിൽ മാത്രമേ ഏത് മേഖലയിലും ശോഭിക്കുവാനും നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും കഴിയുള്ളൂ. മറ്റുള്ളവരുടെ അനുഭവങ്ങൾ കേൾക്കാനും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും മനസ്സുള്ളവർ ആയിരിക്കണം. സാഹചര്യത്തിന് അനുസരിച്ച് പെരുമാറ്റങ്ങൾ മാറ്റുവാനും സാഹചര്യം അനുസരിച്ച് പൊരുത്തപ്പെടുവാനും കഴിയുന്നവരായാൽ നാം ഓരോരുത്തരും നല്ല മുത്തുകളായി പ്രകാശിക്കുന്ന വിളക്കുകളായി ശോഭിക്കുവാൻ സാധിക്കും. കുശവൻ ഒരു കളിമണ്ണിനെ മനോഹരമാക്കുന്നു. കുറച്ച് സമയമെടുത്ത് കുശവൻ നല്ല അടിപൊളിയായിട്ട് മനോഹരമായ ഒരു കളിമൺ പാത്രമാകുന്നു. ടപ്പോ ഒന്ന് വീണു പോയാൽ എല്ലാം പോയി, എല്ലാം നശിച്ചു. വെറും ആ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന എല്ലാം അങ്ങ് പോയി വെറും മണ്ണായി മാറി. ആ വെറും അഴുക്ക മണ്ണല്ലേ നമ്മൾ ശേഖരിച്ച് ആ അഴുക്ക മണ്ണിനെയാണ് നല്ല ഒരു രൂപമാക്കി മാറ്റുന്നത്. പക്ഷെ അത് ഉടഞ്ഞു പോകാതെ നമ്മൾ കാത്തു സൂക്ഷിച്ചാൽ നമുക്ക് നല്ലൊരു ജീവിതത്തിന് ഉടമയായി മാറാൻ സാധിക്കും. നമ്മൾ മിന്നാമിനിങ്ങിനെ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? മിന്നാമിനിങ് ചെറിയൊരു ഇരുട്ടിനെ പോലും പ്രകാശമുള്ളതാക്കി മാറ്റുന്നു. നമ്മൾ ഓരോരുത്തരും മിന്നാമിനിങ്ങിനെ പോലെ ആയിരിക്കണം. അന്ധതയാകുന്ന ആ തമസിൽ നിന്ന് പ്രകാശമാകുന്ന ജീവിതമാകുന്ന പുതു പ്രകാശത്തെ പകർത്തുന്ന ഓരോരുത്തരായിട്ട് നമ്മൾ വിമുഖത്തിലായാൽ മാത്രമേ നമുക്ക് ഏത് കൂട്ടായ്മയിലും ഏത് ജോലി സ്ഥലത്താവട്ടെ മറ്റ് മേഖലയിലാവട്ടെ എല്ലാത്തിനും നമുക്ക് ഒത്തൊരുമയോടെ ഒരു കൈയോടെ നമുക്ക് പ്രവർത്തിച്ചാൽ നമ്മുടെ ജീവിതം, നമ്മുടെ ആ കൂട്ടായ്മ എല്ലാം ഭംഗിയായി മാറും. അപ്പോൾ മിന്നാമിനിങ്ങിനെ പോലെ മറ്റുള്ളവർക്ക് പ്രകാശം വരുത്തുന്ന, മറ്റുള്ളവർക്ക് മാതൃകയാവുന്ന, നമുക്ക് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒരു പ്രചോദനം കൊടുക്കാൻ പറ്റുന്ന ഓരോ മനുഷ്യരായിട്ട് തീരാൻ നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. അതിനായിട്ട് നമുക്കെല്ലാവർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുന്ന് ഉപസംഹരിക്കും.